വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇപ്രകാരം ഒരു ജനജാഗ്രതാ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പാലക്കാട് എന്ന് പറയുന്ന നമ്മുടെ ജില്ല ഏറെക്കാലമായി സമാധാനത്തിൽ കഴിഞ്ഞു വരികയാണ്. പാലക്കാട് ജില്ല ഒരുപക്ഷെ 90കളിൽ ഉണ്ടായിട്ടുള്ള ചില കലാപങ്ങൾ അടക്കം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-25 വർഷക്കാലത്തിലധികമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്നവരും പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നവരുമാണ്. പരസ്പരം സുഖദുഃഖങ്ങൾ മനസ്സിലാക്കി അതിൽ പങ്കെടുത്ത് അയൽപക്കക്കാരന്റെ മതം നോക്കാതെ അവന്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവനെ സഹായിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു ജനതതി താമസിക്കുന്ന കേരളത്തിലെ സുന്ദരമായൊരു പ്രദേശമാണ് നമ്മുടെ പാലക്കാട്. ഈ പാലക്കാട് എന്ന് പറയുന്ന ഭൂമിക കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന് ഒട്ടേറെ മഹാരഥന്മാരെ സംഭാവന നൽകിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കായിക രംഗത്ത്, സിനിമാ മേഖലയിൽ, അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ സംഭാവന ചെയ്തിട്ടുള്ള OV വിജയനെ പോലെയുള്ള ഒരുപാട് മനുഷ്യരെ സംഭാവന ചെയ്ത ഒരു ഭൂമികയാണ് നമ്മുടെ പാലക്കാട്. വളരെ അത്യപൂർവമായിട്ട് മാത്രമാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് പോലും പാലക്കാട് വേദിയാകാറുള്ളത്. അതുപോലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ പാലക്കാടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ, ഏതാണ്ട് ഒരു 30 വർഷത്തിന് മുൻപുള്ള ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ, പാലക്കാടിന് രക്തപങ്കിലമായിട്ടൊരു ചരിത്രം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനുമാവില്ല. ആ ചരിത്രം എന്ന് പറയുന്നത് 90കളുടെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടേറെ വർഗീയ പ്രശ്നങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. സിറാജുന്നീസ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വെടിവെപ്പിലുണ്ടായ മരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ടാവും. മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരത്തിൽ വലിയ കലാപം നടന്നു. തുടർന്നും വലിയ സംഘർഷങ്ങൾക്ക് പലപ്പോഴും പാലക്കാട് വേദിയായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പാലക്കാട് സ്വമേധയാ ഒരു സമാധാനത്തിലേക്ക് പോവുകയും ജനങ്ങൾ അതെല്ലാം മറന്നുകൊണ്ട് സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പാലക്കാട് സമാധാനമുണ്ടായി. മറ്റൊരു തരത്തിലുള്ള വർഗീയ ശക്തികളുടെ കടന്നുവരവിനും ഒരു ഇഞ്ച് പോലും അനുവദിക്കാത്ത രീതിയിൽ പാലക്കാടിന്റെ മതേതര മനസാക്ഷി ഈ പ്രദേശത്തെ പൊന്നുപോലെ നോക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. RSSും BJPയും വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട്, ഏറ്റവും കടുത്ത വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട്, അങ്ങേയറ്റം വിഷലിപ്തമായ പ്രചരണങ്ങൾ കൊണ്ട് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴും ആ BJPയുടെ പരിശ്രമത്തിന് എല്ലാവിധ സഹായവും സംസ്ഥാനം ഭരിക്കുന്ന CPIMന്റെ നേതൃത്വം നടത്തിക്കൊടുത്തപ്പോഴും സാമുദായിക പത്രങ്ങൾ നോക്കി പരസ്യം കൊടുത്തുകൊണ്ട് ജനങ്ങളെ അവസാന നിമിഷം പോലും മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടും ജാഗ്രതയോടുകൂടി പാലക്കാടൻ ജനത മതേതര പക്ഷത്ത് നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ആ മതേതര പക്ഷത്തോടൊപ്പം ഇറങ്ങി വന്നവനാണ് ഞാൻ. അന്ന് നിങ്ങളോടൊപ്പം ഇറങ്ങി വന്നവനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. ഇവിടെ ഫിറോസ് സാഹിബ് താനൂരിലെ ഒരു കാര്യം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് താനൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയെ ആക്രമിക്കാൻ വേണ്ടി ബോംബ് തയ്യാറാക്കുന്നതിനിടെ സംഘപരിവാറുകാരൻ തന്നെ അത് പൊട്ടി മരണപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അന്ന് മലപ്പുറത്തെ ഉന്നതനായിട്ടുള്ള ഏതോ ഒരു അധികാരി സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലയെ ദൈവം കാത്തു എന്നാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പാലക്കാട് ജില്ലയെ ദൈവം കാത്തിരിക്കുന്നു.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ബോംബ് അവർ ലക്ഷ്യം വെച്ചതുപോലെ ഈ ആഘോഷങ്ങളുടെ കാലത്ത് പാലക്കാട് നഗരത്തിൽ അവർ പ്രയോഗിച്ചിരുന്നെങ്കിൽ ഈ നാട് എങ്ങോട്ടെത്തുമായിരുന്നു? എന്തുകൊണ്ടാ ഇപ്പോ ഈ സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണത്തിലേക്കോ കടക്കാൻ തോന്നിയിട്ടുള്ളത്? ആ ബോംബ് ആരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനി എന്റെ പേര് എഴുതി വെച്ചതാണോ എന്ന് എനിക്കറിയില്ല. കാരണം അവരെ കുറിച്ച് കൃത്യമായി ധാരണയുള്ളയാളാണ് ഞാൻ. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? എന്തുകൊണ്ട് അവർ ഈ സമയം ബോംബ് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു? മറ്റൊന്നുമല്ല, നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്ന മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ 6 മാസം കഴിഞ്ഞാൽ ഭരണമാറ്റം വരുമെന്ന് സംഘപരിവാർ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും മൂർത്തിമത് ഭാവമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ മാറ്റിയതിനു ശേഷം അങ്ങേയറ്റത്തെ ജനവിരുദ്ധ ഭരണവുമായി, അഴിമതി ഭരണവുമായി മുന്നോട്ട് പോകുന്ന പാലക്കാട് ഇനി ഒരിക്കൽ കൂടി പിടിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി അങ്ങ് എണ്ണിക്കഴിയുമ്പോൾ ഞങ്ങൾ 15,000 ലീഡ് ചെയ്യും, അല്ലേ? എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? അത് കഴിഞ്ഞ് നമ്മൾ വോട്ട് പഞ്ചായത്തിലേക്ക് കടക്കുമ്പോ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മറികടക്കും, UDF മറികടക്കും, അവസാനം പിരായിരിയിൽ ഒപ്പത്തിനൊപ്പം പിടിക്കും, അവസാനം ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ജയം സ്വപ്നം കണ്ട് നടന്നിരുന്ന പാലക്കാട്ടെ സംഘപരിവാറിന്റെ പടുവിഡ്ഢികൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ ഞെട്ടിയ ഞെട്ടലാണ്. ആ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പാലക്കാട് നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടുക എന്നുള്ളത് RSSനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം അചിന്ത്യമാണ്. കേരളത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം, ഒരുപക്ഷെ കേരളത്തിൽ CPM പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കടന്നു ചെല്ലാൻ സാധിക്കാത്ത തരത്തിൽ സംഘപരിവാറിന്റേതായിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സ്ഥലമാണ് പാലക്കാട് നഗരം. മൂത്താന്തറയും വടക്കന്തറയും അടക്കമുള്ള ഒരു ബെൽറ്റ്, അതിനുള്ളിലേക്ക് നേരത്തെയൊക്കെ പോലീസിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നിയമ സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തോക്കിന്റെയും ബോംബിന്റെയും ഒക്കെ രാഷ്ട്രീയം ആ പ്രദേശത്തിന് അന്യമൊന്നുമല്ല. നേരത്തെ പാലക്കാട്ടെ RSSനകത്ത് ആഭ്യന്തര പ്രശ്നമുണ്ടായപ്പോൾ BJP പിളർന്ന് ഇവിടെ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായത് ഇവിടെ പലർക്കും ഓർമ്മയുണ്ടാകും. ആ കാലത്ത് RSSകാരൻ പരസ്പരം വെട്ടിയും കുത്തിയും പോയ ഒരു കാലത്ത്, BJPക്കാരൻ തെരുവിൽ തമ്മിൽ തല്ലിയ ഒരു കാലത്ത് ഇതേ സ്ഥലത്ത് നിന്ന് തോക്ക് പിടികൂടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആയുധങ്ങൾ കൊണ്ട്, തോക്കും ബോംബും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല പരസ്പരം നിഗ്രഹിക്കാമെന്ന് കൂടി മനസ്സിലാക്കിയവരാണ് ഈ പ്രദേശത്തുള്ളവര്. ഇപ്പോ BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, വേന്ദ്രൻ. അവൻ ഏത് കേസിലെ പ്രതിയാ? RSSകാരനെ കൊന്ന കേസിലെ പ്രതിയാണ്. കോൺഗ്രസുകാരനെ കൊന്ന കേസിലെയോ CPMകാരനെ കൊന്ന കേസിലെ പ്രതിയല്ല. RSS പ്രവർത്തകനായിരുന്ന അലക്സിനെ കൊന്ന കേസിലെ പ്രതിയാണ് ഇപ്പോഴത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്. അലക്സിനോടുണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തുകൊണ്ട് അലക്സിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊടുത്തു എന്നുള്ള കുറ്റാണുള്ളത്. നോക്കൂ എങ്ങനെയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവന്റെ നേർക്ക് കഠാര ഉയർത്താൻ പോലും മടിക്കാത്ത നൃശംസതയുടെ പേരാണ് RSS. സ്വന്തം ആളെ പോലും കൊല്ലാൻ തയ്യാറാവും. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണം. ഞാൻ ആലോചിച്ച് നോക്കിയത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാലക്കാടിനെ ദൈവം രക്ഷിച്ചു എന്ന്. ഈ ബോംബ് പൊട്ടിയത് മൂത്താന്തറയ്ക്ക് പകരം മേപ്പറമ്പിലാണെന്ന് കരുതുക. എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ? ഈ പോലീസുകാർ ഇതുപോലെ സമാധാനപരമായിട്ട് ഇവിടെ ഇരിക്കുവോ? ഈ കേരളത്തിലുള്ള സകല വിഷജന്തുക്കളും ട്രെയിൻ പിടിച്ചും ബസ് പിടിച്ചും കാർ പിടിച്ചും ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ? എന്നിട്ട് പാലക്കാട് വർഗീയത കലാപങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ടാവില്ലേ? പാലക്കാട്ടെ പോലീസ് പാലക്കാട്ടെ മുസ്ലിം യുവാക്കളുടെ വീടുകളിൽ കയറി നിരങ്ങിയിട്ടുണ്ടാവില്ലേ? എന്റെ മുന്നിലിരിക്കുന്ന നിരവധി മുസ്ലിം യുവാക്കളെ UAPA ചുമത്തിയിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ, കാരാഗ്രഹങ്ങളിൽ അടച്ചു പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഒരു വസ്തുതയും അറിയാത്ത, ഒന്നും അറിയാത്ത ഒരുപാട് പാവങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടാവില്ലേ? അവരുടെ ജീവിതം തകർത്തിട്ടുണ്ടാവില്ലേ? അവരുടെ കുടുംബങ്ങളെ തകർത്തിട്ടുണ്ടാവില്ലേ? ഇതിപ്പോ സ്ഫോടനം നടന്നത് മൂത്താന്തറയിലായതുകൊണ്ട് പോലീസിന്
ഒരു സ്ഥലത്തും റെയ്ഡ് നടത്തണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടത് എന്ത്? RSS-ന്റെ കാര്യാലയത്തിൽ റെയ്ഡ് നടത്തണം. വടക്കന്തറയിലെ വിഭാഗ കാര്യാലയത്തിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി. ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിക്ക് പോലും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൽ യാതൊരു നിയന്ത്രണവും ഇല്ലേ? CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ട് പോലും RSS-ന്റെ കാര്യാലയത്തിൽ റെയ്ഡ് നടത്താൻ പാലക്കാട്ടെ ഈ പോലീസിന്റെ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. നിങ്ങൾ ആലോചിക്കും, ഇതുപോലൊരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. നമ്മൾ എന്താ ആവശ്യപ്പെടുന്നത്? കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, യഥാർത്ഥ പ്രതികളെ പിടികൂടണം. ഈ പാലക്കാടിന്റെ സമാധാനം തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അവരാരായാലും അവരെ പിടികൂടി കാരാഗൃഹത്തിലടയ്ക്കണം, ശിക്ഷ നൽകണം, മാതൃകാപരമായ ശിക്ഷ നൽകണം. അപ്പൊ എന്താ നിങ്ങളത് ചെയ്യാത്തത്? അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ? അങ്ങനെ ഒരു ബോംബ് സ്ഫോടനത്തിലെ പ്രതികളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു കാലമായി കേരളത്തിൽ BJP-യും CPM-ഉം ചേർന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു നറേറ്റീവ് തകർന്ന് തരിപ്പണാവും. ഞാൻ ചോദിക്കട്ടെ, ഇത് തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ UAPA ചാർജ് ചെയ്യേണ്ട ഒരു കേസല്ലേ നടന്നത്? UAPA ചാർജ് ചെയ്താൽ NIA വരണ്ടേ? NIA ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ? ഇപ്പൊ NIA ഇല്ല, UAPA ഇല്ല, പോട്ടെ ഇവിടുത്തെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള പോലും മൂത്താന്തറയിൽ പോയിട്ട് എന്താന്ന് ചോദിക്കുന്നില്ല, ഒരാൾ പോലും ചോദിക്കുന്നില്ല. CPM-ന്റെ ഇക്കാര്യത്തിലെ മൗനം, ഈ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞതിനപ്പുറമുള്ള മൗനമൊക്കെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ BJP-യുടെ മറ്റേ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെതിരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ലൈംഗികാരോപണം വന്നിട്ട് പരാതി വന്നിട്ട് CPM-ന് പ്രതിഷേധമില്ല. CPM-ന് യാതൊരു പ്രതിഷേധവുമില്ല. CPM അന്വേഷണം ആവശ്യപ്പെടുന്നില്ല, കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല, രാഷ്ട്രീയമായിട്ട് പരാമർശം നടത്തുന്നില്ല. കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു CPM. ഇപ്പൊ ഫിറോസ് കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു, രാവിലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാലക്കാട് MLA-യുടെ ഓഫീസിലേക്ക് BJP-യുടെ മാർച്ച് നയിക്കുന്നത് ആരാണ്? കൃഷ്ണകുമാറാണ് നയിക്കുന്നത്. ഈ തൊലിക്കട്ടിക്കൊക്കെ വല്ല സമ്മാനം ഉണ്ടെങ്കിൽ, അല്ലെ, തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ തൊലിക്കട്ടി വേറെ ഉണ്ടാവോ? സൂക്ഷിച്ച് മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ട ഇനാണ്. നാണവും മാനവും ഉളുപ്പുമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലെ ഒരു പരാതി ഉണ്ടായിട്ട് പാലക്കാട് MLA-യുടെ ഓഫീസിന്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ മുന്നിൽ കയറി നിൽക്കും. നാണം ഉണ്ട് അവനൊക്കെ? അവന് നാണമില്ല എന്നുള്ളത് നേരത്തെ എനിക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് പറയുന്നത് സന്ദീപ് വാര്യരുടെ ഗൂഢാലോചനയാണ് കേട്ടോ. നിന്റെ കുടുംബത്തിൽ നിന്ന് പരാതി വന്നാൽ ഞാൻ എങ്ങനെ ഉത്തരവാദിയാവും? ആലോചിച്ചു, 12 വർഷം ഒരു പെൺകുട്ടി, 12 വർഷം ഒരു പെൺകുട്ടി കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരമായി സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി സത്യസന്ധയാണ് എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? ആ കുട്ടി മാധ്യമങ്ങൾ കൊടുത്ത വിശദീകരണത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവന്റെ ഒരു പൂർവ്വകാല ചരിത്രം, ഈ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥയുമായി ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഭാര്യ പിടികൂടിയെന്നോ തല്ലിയെന്നോ നാട്ടുകാർ പിടിച്ച് കെട്ടിയെന്നോ എന്നൊക്കെ അല്ലെ, ഇതെല്ലാം അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ BJP-ക്ക് അകത്തും പാലക്കാട് അങ്ങാടിയിലും രഹസ്യമായ പരസ്യമാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ കൃഷ്ണകുമാറിന്റെ ഒരു ഭീഷണിയാണ്, മൂപ്പരുടെ മൊബൈൽ അങ്ങ് തുറന്നാൽ എനിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, എന്റെ മൊബൈൽ 2 എണ്ണം വിളിക്കുന്നുണ്ട്. എന്റെ ഈ 2 മൊബൈലും കൃഷ്ണകുമാറിന്റെ മൊബൈലും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറുണ്ടോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാം, കൃഷ്ണകുമാറിന്റെ മൊബൈൽ എങ്ങാനും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മഹിളാ മോർച്ചയിൽ കൂട്ട ആത്മഹത്യ നടക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂട്ട ആത്മഹത്യ നടക്കേണ്ടി വരും. ഞാൻ ബാക്കി ആളുകളുടെ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ചില ആളുകൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് സ്ഥിരമായി പോകുന്നു. രാജ്യത്തെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളുടെ ഓഫീസിൽ ചെന്ന് സ്ഥിരമായി താമസിക്കുന്നു.
മൂപ്പര് കേരളത്തിൽ വരുമ്പോൾ ഗുരുവായൂരാണെങ്കിലും എവിടെയാണെങ്കിലും കൂടെ നടക്കുന്നു. 3 FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് കേസിലെ പ്രതിയോടൊപ്പം സ്ഥിരമായി ഡൽഹിയിൽ പോകുന്നു, ബംഗാളിൽ പോകുന്നു. അല്ല, ബംഗാൾ രാജ്ഭവനിൽ എന്താ എടുത്തു വെച്ചിരിക്കുന്നത് ഇത്രമാത്രം? അറിയാത്തോണ്ട് ചോദിക്കുക. പാലക്കാട്ടെ ഒരു മുനിസിപ്പൽ കൗൺസിലർക്ക് ബംഗാൾ രാജ്ഭവനിൽ എന്ന് മുതലാ പൊറുതി തുടങ്ങിയത്? അത് പറയട്ടെ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് ഈ മാന്യന്മാർക്ക് നല്ലത്. കാരണം നിങ്ങളുടെ അഴുകിനാറിയ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന ഒരാളാണ് ഞാൻ. എന്നെ ഇനി പ്രകോപിപ്പിച്ചാൽ എനിക്കും നന്നായി പറയാനുണ്ട്, മനസ്സിലായല്ലോ. ഇത് ഇപ്പൊ ഇന്നലെ ഞാനൊരു ആരോപണം ഉന്നയിച്ചു. എന്താണ്? കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് നോമിനേഷനുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് ഫ്രോഡ് നടത്തിയിരിക്കുന്നു, വോട്ട് ചോരി നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 5 തെരഞ്ഞെടുപ്പുകളിലായി അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പ് കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. എന്തിനാ മറച്ചു വെക്കുന്നത്? കരാറുകൾ മറച്ചു വെച്ചിരിക്കുന്നു. എന്തിനാ മറച്ചു വെക്കുന്നത്? ആരെ പറ്റിക്കാനാ മറച്ചു വെക്കുന്നത്? പാലക്കാട് അങ്ങാടിയിലേക്ക് ഒരു സൈക്കിളുമായി കടന്നു വന്ന, കയ്യിൽ ഒന്നുമില്ലാതെ കടന്നു വന്ന കൃഷ്ണകുമാർ എങ്ങനെ ഇത്രയും വലിയ ബഹുരാഷ്ട്ര കമ്പനികളുമായിട്ടടക്കം കരാറുകൾ ഉണ്ടാക്കാൻ മാത്രം പോന്ന ധനാഢ്യനായി എന്ന് പാലക്കാട്ടെ BJPയുടെയും RSSന്റെയും പ്രവർത്തകർ തിരിച്ചറിയാതെ പോകാൻ, പാലക്കാട്ടെ പൊതുജനം തിരിച്ചറിയാതെ പോകാൻ മറച്ചുവെച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. മാധ്യമങ്ങൾ ചോദിച്ചു, കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞു പരാതി കിട്ടിയിട്ടുണ്ട്. നടപടിയെടുത്തോ? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നാണ് മാധ്യമങ്ങൾ കൊടുത്ത മറുപടി. ഹിയറിംഗിന് വിളിച്ചില്ല പരാതിക്കാരെ. ആരാ ഒതുക്കി തീർത്തത്? പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി വാസ്തവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു. 3 വർഷം മുൻപ് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, അമിത്ഷായുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട, പാർലമെന്ററി ബോർഡ് പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം. അപ്പൊ BJPയുടെ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ തള്ളിപ്പോകുന്ന രക്ഷിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഏറ്റവും തെറ്റായിട്ടുള്ള കീഴ്വഴക്കം, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി, അതാണ് പാലക്കാട്ടെ വോട്ട് ചോരി. പാലക്കാട് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു. ഒരു സംശയവും വേണ്ട. ഇത് നിയമപരമായി ഏറ്റവും അവസാനം നിമിഷം വരെ, ഏറ്റവും അവസാനം വരെയുള്ള പോരാട്ടവുമായി ഞാൻ മുന്നോട്ട് പോകും. ഒരു തർക്കവും വേണ്ട. ഒരു തവണയല്ല, റിപ്പീറ്റ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ 6 മാസം വെച്ചാൽ 5 ഇലക്ഷനെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വർഷമെങ്കിലും ഈ നേതാവ് ഉള്ളിൽ കടക്കാൻ മാത്രമുള്ള കുറ്റം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരാണ് സദാചാര മൂല്യത്തിന്റെ ഏറ്റവും വലിയ പതാകാവാഹകം, അല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. രാവിലെ ആയി കഴിഞ്ഞാൽ അമ്മേ എന്ന് വിളിച്ച് മുന്നോട്ട് പോകും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മറ്റു പരിപാടിയാണ്. നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ പകലായി കഴിഞ്ഞാൽ അമ്മേ നമസ്തേ എന്ന് പറഞ്ഞു പോകാൻ, രാത്രി ആയി കഴിഞ്ഞാൽ വേറെ വിളിയുമായിട്ടാണ് ചെല്ലുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ BJPയോടും RSSനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടുത്തിയാൽ ഭയക്കുന്നവനല്ല ഇവിടെ നിൽക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം വേണം. ഞാൻ പറഞ്ഞല്ലോ, എന്നെ യൂത്ത് ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചപ്പോ സന്തോഷത്തോടെയാണ് വന്നത്. എല്ലാവരും പറഞ്ഞു, സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോ ആദ്യം തന്നെ പാണക്കാട് പോയി. എന്താ തർക്കമുള്ളത്, എന്താ സംശയമുള്ളത്? ഞാൻ അഭിമാനത്തോട് കൂടിയിട്ടാണ് പാണക്കാട് പോയിട്ടുള്ളത്. ഞാൻ കോൺഗ്രസിൽ ചേർന്ന് ഈ നിമിഷം വരെ എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഇടതും വലതും നിന്ന് സംരക്ഷിക്കുന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കൂടിയാണ്. അത് അഭിമാനത്തോടെ പറയും. അത് കേരളത്തിലല്ല, ലോകത്ത് എവിടെ പോയാലും എനിക്ക് ആ സംരക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഞാൻ ആരെ പഠിക്കാനാ? അതുകൊണ്ട് ആ ഭീഷണിയും ആ വിരട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് പാലക്കാട്ടെ RSSനെയും BJP ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത്? തെരുവിൽ നേരിട്ട് കളയും, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും. വലിയ ഭീഷണിയാണ്. നമ്മൾ ജനാധിപത്യവാദികളാണ്, അല്ലേ? നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ജനങ്ങളുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നവരാണ്, ഈ രാജ്യത്തിന്റെ നാനാത്വത്തിൽ, ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്, പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഒരു വിഭാഗം നിന്നുകൊണ്ട് നിന്നെ തല്ലിക്കളയും, കൊന്നുകളയും, നിങ്ങൾ പ്രകടനം നടത്തിയാൽ തല്ലിക്കളയും, നിങ്ങൾക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ അനുവദിക്കില്ല, ഇത് പാലക്കാടാണെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ അടി ഇടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏകപക്ഷീയമാണ് കരുതിയിരിക്കുന്നത്, അല്ലേ? എടോ, ഇങ്ങോട്ടടിച്ചാൽ
വേദനിക്കുമെങ്കിൽ അങ്ങോട്ടടിച്ചാലും വേദനിക്കും. നീ ഇങ്ങോട്ട് വരഞ്ഞാൽ മുറിയുമെങ്കിൽ അങ്ങോട്ട് വരഞ്ഞാലും മുറിയും. മനസ്സിലായല്ലോ? ഇങ്ങോട്ട് വരഞ്ഞാൽ മുറിയുമെങ്കിൽ അങ്ങോട്ട് വരഞ്ഞാലും മുറിയും. അതുകൊണ്ട് ആ ജാതി ഭീഷണിയൊന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. പിന്നെ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അപ്പുറത്ത് മാത്രമാണെന്നുള്ള ധാരണ വേണ്ട. ഇപ്പുറത്തുമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അത് മാത്രമേ പറയുന്നു. ഇപ്പുറത്തും ഉണ്ട്. ഇനിയിപ്പോ ഇത് ഭീഷണിയാണ് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഭീഷണിയാണെന്ന് വെച്ചോ, ഭീഷണി തന്നെയാണ്. ഇവിടെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി, മതവർഗീയത ഇളക്കിവിടാൻ വേണ്ടി നടത്തുന്ന ഏത് പരിശ്രമത്തിനെതിരെയും UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. നമുക്ക് ഈ നാടിന്റെ മതേതരത്വവും നാടിന്റെ സമാധാനവും ഒക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത്. അപ്പുറത്ത് നിൽക്കുന്ന RSSകാരനും BJPക്കാരനും ഇവിടെ എങ്ങനെയെങ്കിലും കുളം കലക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കുളം കലക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ അപ്പുറത്ത് CPM നിൽക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവാത്ത? ഇത് മാത്രമല്ലല്ലോ, കേരളത്തിലുടനീളം സമാനമായ സാഹചര്യം ഉണ്ടാവുമ്പോൾ CPMന്റെ നേതൃത്വം ഇപ്പൊ മൗനം പാലിക്കുന്നു. മൗനം പാലിക്കുക എന്ന് മാത്രമല്ല, RSSും BJPയും പറയുന്നതിനേക്കാൾ വലിയ കൊടിയ വർഗീയത പല സ്ഥലങ്ങളിലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടു നമ്മുടെ ആ വ്യായാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം. എന്തായിരുന്നു അതിന്റെ പേര്? മെക്സവൻ വ്യായാമം ചെയ്യുന്നവർ പോലും തീവ്രവാദികളാണെന്നാണ് CPM നേതാക്കന്മാർ വിശദീകരിച്ചത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവർ മുഴുവൻ തീവ്രവാദികളാണെന്നാണ് CPM പറയുന്നത്. RSSും BJPയും പോലും പറയാൻ മടിക്കുന്ന വർഗീയത കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായിട്ട് ഈ CPM അധപ്പതിച്ചല്ല. എന്തൊരു നാണക്കേടാണിത്. പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയാം, ജനങ്ങൾ ഇത് മുഴുവൻ കാണുന്നുണ്ട്. ജനങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ കാണുന്നുണ്ട്. ഈ തരത്തിൽ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിനും ഇനി നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് അധികാർ യാത്ര. ഞാൻ ഈ സാമൂഹിക മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നാട്ടിലെ യുവാക്കളുടെ പൾസ്, നാട്ടിലെ ജനങ്ങളുടെ പൾസ് തിരിച്ചറിയണമെങ്കിൽ ഇപ്പോ യുവാക്കൾ ഏറ്റവും അധികം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഒരു 15 വയസ്സ് മുതൽ അങ്ങോട്ട് 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ ഏറ്റവും അധികം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. നമുക്കൊരു സന്തോഷകരമായ വാർത്ത, ഇൻസ്റ്റാഗ്രാമിൽ രാജ്യം ഭരിക്കുന്ന BJPയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ സൂചിപ്പിക്കുന്നത്? ഒരൊറ്റ ദിവസം കൊണ്ടാണ് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഒക്കെ വന്നു കൂടിയിരിക്കുന്നത്. ഈ നാട്ടിലെ ജനാധിപത്യത്തെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും BJPയും അട്ടിമറിച്ചിരിക്കുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ ബീഹാറിൽ കാണുന്നത്. ആവേശകരമായിട്ടുള്ള കാഴ്ച, അത്ഭുതകരമായിട്ടുള്ള കാഴ്ച. ബീഹാറിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് അങ്ങകലെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് രാഹുൽ ഗാന്ധി പോകുന്നു എന്നറിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം വെക്കാതെ എല്ലാ ജോലികളും ഉപേക്ഷിച്ചുകൊണ്ട് പാടത്ത് പണിയെടുക്കുന്ന കൃഷിവൽമാർ തുടങ്ങി വീട്ടമ്മമാർ വരെ, ചെറുപ്പക്കാർ ആവേശപൂർവ്വം നടന്നുകൊണ്ടും സൈക്കിളിലും കിട്ടിയ വാഹനങ്ങൾ പിടിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധി വരുന്ന പാതയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഒന്ന് കാണാൻ വേണ്ടി, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സംരക്ഷകനായിട്ടുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്നടുത്ത് നിന്ന് കാണാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ജനലക്ഷങ്ങളാണ് ബീഹാറിൽ ഇപ്പോ. അങ്ങോട്ട് ആദ്യം ഒരു ചെറു അരുവിയായി തുടങ്ങി, പിന്നീട് ഒരു കൈത്തോടായി മാറി, ഒരു പുഴയായി മാറി, ഒരു വലിയ ജനസാഗരമായി രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഇപ്പൊ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും BJPയും സംഘപരിവാരങ്ങൾ ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ്, വിറളി പിടിച്ചു നിൽക്കുകയാണ്. ഒരു തർക്കവും വേണ്ട, ഒരു സംശയവും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. ഇന്ത്യയുടെ ജനാധിപത്യം 10 വർഷത്തിന് ശേഷം ഇതാ നമ്മൾ വീണ്ടെടുക്കാൻ പോവുകയാണ്. ഈ ഭരണം ഈ 5 വർഷം പിന്നിടുമെന്ന വിശ്വാസം പോലും BJPക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിശക്തമായി ജനാധിപത്യ പാതയിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫാസിസ്റ്റ് ശക്തികളെ രാജ്യത്ത് നിന്ന് അധികാരഭ്രഷ്ടമാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇപ്പൊ CPM ഒക്കെ നമ്മുടെ വോട്ട് ചോറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു. റഹീം വന്നു, ബ്രിട്ടാസ് വന്നു, എല്ലാവരും വന്നു അല്ലെ. 300 MP പരിപാടിയിലൊക്കെ പങ്കെടുത്തു.
പക്ഷേ കേരളത്തിൽ എന്തേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? തൃശ്ശൂരിൽ കണ്ടില്ലേ നിങ്ങൾ? തൃശ്ശൂരിൽ നമ്മൾ ഈ വളരെ പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അന്റാർട്ടിക്കയിൽ നിന്ന് സൈബീരിയൻ കൊക്കുകൾ ഇങ്ങനെ അല്ലെ ഏഷ്യൻ ഭൂഖണ്ഡം കണക്കാക്കി പറന്നു വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ഷൻ ആയപ്പോൾ ചില സൈബീരിയൻ കൊക്കുകൾ പൊന്നാനിയിൽ നിന്ന്, ചാലക്കുടിയിൽ നിന്ന്, ആലത്തൂരിൽ നിന്ന് പറന്ന് തൃശ്ശൂരിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂരിൽ വന്ന് ഇലക്ഷൻ സീസൺ കഴിഞ്ഞപ്പോ അവർ തിരിച്ചു പോയിരിക്കുകയാണ്. BJP-ക്കാരുടെ വീടുകളിൽ, ആളില്ലാത്ത ഫ്ളാറ്റുകളിലൊക്കെ ഇത്തരം വോട്ടർമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്ന വ്യാജേന വോട്ടർ പട്ടികയിൽ 10,000-കണക്കിന് വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു. ആ വ്യാജ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. അങ്ങനെ കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP-ക്ക് ഒരു MP ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂരിൽ നടന്ന കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായവും ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഒരു FIR പോലും ഇടാൻ തയ്യാറാകുന്നില്ല. മൂത്താന്തറയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എപ്രകാരമാണോ CPM മൗനം പാലിക്കുന്നത്, അതുപോലെയുള്ള മൗനം അപ്പുറത്ത് തൃശ്ശൂരിലെ വോട്ട് ചോരിയുടെ കാര്യത്തിൽ പാലിക്കുന്നു. എന്തൊരത്ഭുതമാണ്! എന്ത് തെമ്മാടിത്തരം RSSും BJP-യും ചെയ്താലും അത് മുഴുവൻ സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് ഇടതുപക്ഷമേ, CPM-ഏ നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും ഗതികെട്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കുകൂടി ഞാൻ നടന്നു പോയിട്ടുണ്ട് ബ്രണ്ണൻ കോളേജിൽ എന്ന് വീമ്പിളക്കിയിരുന്ന പിണറായി വിജയൻ ഇപ്പോ തന്റെ ആ ചെങ്കൊടി കൊണ്ടുപോയി അമിത്ഷായുടെ കാലിന് ചുവട്ടിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്ന നാണം കെട്ട കാഴ്ചയാണ് കാണുന്നത്. എന്തിനാ പേടിച്ചിരിക്കുന്നത്? മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുമുള്ള 100,000 കേസുകളുടെ ഫയലുകൾ അമിത്ഷായുടെ ടേബിളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഭയമാണ് അതിന് കാരണം. നിങ്ങൾ അപ്പുറത്തൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയിൽ ഇനി ഒരു സംസ്ഥാനവും ബാക്കിയില്ല രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് വരാൻ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെ RSSകാരൻ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? RSSനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, BJP-ക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, മോദിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. ഒന്നും രണ്ടുമല്ല, 37-ലധികം കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യയിലെ വിവിധ കോടതികളിൽ RSSും BJP-യും ചേർന്ന് കൊടുത്തിട്ടുള്ളത്. അതിനും പുറമെ അദ്ദേഹത്തിന്റെ രോഗാതുരയായ മാതാവിനെ അടക്കം നിരന്തരമായി 48 മണിക്കൂറിലധികം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുന്നിലിരുത്തിക്കൊണ്ട് അവരെ മാനസികമായി തകർക്കും വിധം ചോദ്യം ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായി. അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിരന്തരമായി വേട്ടയാടുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി ഓരോ ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരമായി ആക്ഷേപങ്ങൾ ചൊരിയുന്നു. രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നു, കേസുകൾ ഇടുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സഖാക്കൾ കണ്ടുപഠിക്കണം, പിണറായി വിജയൻ കണ്ടുപഠിക്കണം. ആ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ആർജവത്തിന്റെ, രാഹുൽ ഗാന്ധിയുടെ തണ്ടല്ലിന്റെ ബലത്തിന്റെ ഒരു 10,000-ൽ ഒരു അംശമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ആ മനുഷ്യൻ രാഹുൽ ഗാന്ധി RSSന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ ഈ നിമിഷം വരെ പതറിയിട്ടുണ്ടോ? ഈ നിമിഷം വരെ RSSന്റെയും BJP-യുടെയും കേസുകൾക്ക് മുന്നിൽ തലകുനിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? ഈ നിമിഷം വരെ RSSന്റെയും BJP-യുടെയും കേന്ദ്ര ഏജൻസികളുടെയും ഭീഷണിക്ക് മുന്നിൽ, വിരട്ടലിന് മുന്നിൽ രാഹുൽ ഗാന്ധി പതറിയിട്ടില്ലെങ്കിൽ, തളർന്നിട്ടില്ലെങ്കിൽ, തകർന്നിട്ടില്ലെങ്കിൽ, പതർച്ച വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധിയുടെ മടിയിൽ കനമില്ല എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ മടിയിൽ കനില്ല. ഇവിടെ പിണറായി വിജയന് മകളുടെ ഒരു മാസപ്പടി കേസ് വന്നപ്പോഴേക്കും ഊരിപ്പിടിച്ച വാളുമില്ല, ഉയർത്തിപ്പിടിച്ച കത്തിയുമില്ല, സാഷ്ടാംഗം പോയി വീണിരിക്കുകയാണ്. ജഗതി പറയുന്നത് പോലെ സാഷ്ടാംഗം പ്രമിച്ചിരിക്കുകയാണ് അമിത്ഷായുടെ കാലിന്റെ ചോട്ടിൽ. എന്റെ സഖാക്കളെ, നാണമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, RSSനെതിരെയും BJP-ക്കെതിരെയും നിലകൊള്ളണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, ഈ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ആത്മാർത്ഥമായിട്ട് പൊരുതണമെന്ന് ആഗ്രഹിക്കുന്ന അന്തസ്സുള്ള ഏതെങ്കിലും സഖാക്കൾ എന്റെ വാക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും
നിങ്ങളുടെ പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും അമിത്ഷായ്ക്കും RSSനും മുന്നിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടുള്ള ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് UDF-നൊപ്പം അണിചേരാൻ നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. ഈ പോരാട്ടം, സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം, കേരളത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിച്ചുകൊണ്ട്, ബഹുസ്വരതയെ സംരക്ഷിച്ചുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടം നയിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ ഭരണകൂടവും ഇടതുപക്ഷവും അടക്കം RSSന് ദാസ്യപേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് ഈ നാടിനെ തിരിച്ചുപിടിക്കാൻ, ഈ നാടിന്റെ മതേതരത്വത്തെ കാക്കാൻ, ഈ നാടിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങൾ തമ്മിൽ സമാധാനത്തോടെ സഹവർത്തിത്വം ഉണ്ടാക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവാണ് ഈ നിമിഷം നമുക്ക് വേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർ സംഘടിപ്പിച്ച ഈ ജാഗ്രതാ സദസ്സിന് എന്റെ അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.